ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ NCERT പ്ലസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 12 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ സോളിഡ് സ്റ്റേറ്റിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂഷനായിട്ട് ടോപ്പിക്സ് മനസ്സിലാവുള്ളൂ. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സും അതുപോലെ തന്നെ അമോർഫസ് സോളിഡ്സും, പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും അതുപോലെ തന്നെ അതിൽ തമ്മിലുള്ള ഡിഫറൻസസും ആണ്. അപ്പോൾ അമോർഫസ് സബ്സ്റ്റൻസ് നമ്മൾ പറഞ്ഞു, ദേ ആർ ഹാവിങ് എ ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എസ് എ ടോപ്പിക്. സോ അമോർഫസ് സബ്സ്റ്റൻസസ് ആൻഡ് ദാറ്റ് ദേ ഹാവ് എ ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പോൾ ഷോർട്ട് റേഞ്ച് ഓർഡർ നമ്മൾ പറഞ്ഞു, പീരിയോഡിക്കലി എന്ത് ചെയ്യില്ല, അവരുടെ റിപ്പീറ്റൻസ് കുറവായിരിക്കും. അത് കുറച്ച് നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡറിൽ കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക, അത് പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്യില്ല. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. Most of the solid substances are crystalline in nature. For example, all the metallic elements like iron, copper and silver, and non-metallic elements like sulphur, phosphorus and iodine, and the compounds like sodium chloride, zinc sulphate and naphthalene form the crystalline solids. അപ്പോൾ ഇതൊക്കെയാണ് crystalline solids ഫോം ചെയ്യുന്നത്. ഓക്കെ. The crystalline solids can be classified. അപ്പോൾ crystalline solids നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പോവാണ് based on the intermolecular forces. അപ്പോൾ this is very important. Intermolecular forcesൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4 കാറ്റഗറീസായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇറ്റ്സ് മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക് ആൻഡ് കോവാലന്റ് സോളിഡ്സ്. വൺസ് അഗെയിൻ മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക് ആൻഡ് കോവാലന്റ് ബോൺസ് അല്ലെങ്കിൽ കോവാലന്റ് സോളിഡ്സ്. ഓക്കെ. അതിൽ വീണ്ടും നമ്മൾ മോളിക്കുലാർ സോളിഡ്സിനെ ഒരു കുറച്ച് കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ബി ഡിസ്കസിങ് ഓൺ മോളിക്കുലാർ സോളിഡ്സ്. അപ്പോൾ മോളിക്കുലാർ സോളിഡ്സ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോളിക്കുലാർ സോളിഡ്സിൻ്റെ പേര് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവും, മോളിക്യൂൾ. അത് നമുക്ക് അറിയാവുന്ന മോളിക്യൂൾസ് വെച്ചുണ്ടാക്കിയതാണ് മോളിക്കുലാർ സോളിഡ്സ്. അപ്പം അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. അപ്പോൾ പോളാറും നോൺ പോളാറും നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പോളാർ എന്ന് വെച്ചാൽ അതിനൊരു ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ HCl നോക്കുകയാണെങ്കിൽ HCl എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് എക്സിസ്റ്റ് ആസ് H+ ആൻഡ് Cl- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദർ ഈസ് എ നെഗറ്റീവ് ആൻഡ് പോസിറ്റിവിറ്റീൻ്റെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകും ഇതിന് പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ്. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾസിന് ഈ വക ഇൻട്രാക്ഷനൊന്നും ഇല്ല. അവർ അവരുടെ ബോണ്ട് ഫോം ചെയ്യുക കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ട് നിങ്ങൾ 9th ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് എന്ന് പറയുമ്പോൾ I2, അതായത് അയഡിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ അയഡിൻ ആൻഡ് വേറൊരു അയഡിൻ മോളിക്യൂൾ, അതായത് ഒരു ആറ്റം വേറെ ആറ്റം കൂടെ ഫോം ചെയ്താലുള്ള മോളിക്യൂൾ ഉണ്ടാവുക. ദേ ആർ ഫോമിങ്, അവരുടെ ഔട്ടർ ഷെല്ലിൽ എത്രയുണ്ട്? 7. ഇതിപ്പോൾ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ അയഡിൻ മോളിക്യൂളിൻ്റെ ചുറ്റും എന്തുണ്ട്? ഏകദേശം 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ നിന്നുള്ള 7ഉം അവിടുത്തെ ഒരു അടുത്ത അയഡിൻ്റെ ഒരു ഇലക്ട്രോണും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താവും? ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ അവർ ഓരോ ഇലക്ട്രോൺസ് വീതം ഷെയർ ചെയ്തിട്ടാണ് അവർ I2 എന്ന ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് I2 ആഫ്റ്റർ ഷെയറിങ് ഇറ്റ്സ് ഇലക്ട്രോൺ. സച്ച് ബോണ്ട്സ് ആർ കോൾഡ് കോവാലന്റ് ബോണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോണ്ട് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് എന്ത്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. സോ ഇറ്റ് ഈസ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ദേ കംപ്രൈസ് ഓഫ് എയ്തർ ആറ്റംസ്, ഫോർ എക്സാമ്പിൾ ആർഗൺ ആൻഡ് ഹീലിയം, ഓർ ദ മോളിക്യൂൾ ഫോംഡ് ബൈ ദ നോൺ പോളാർ കോവാലന്റ് ബോണ്ട്സ്. ഒന്നെങ്കിൽ അവർ ആർഗൺ, ഹീലിയം, നിങ്ങൾക്കറിയാം 8th ക്ലാസ്സാണ് ആർഗൺ, ഹീലിയം ഒക്കെ പറയുന്നത്. അപ്പോൾ ഇവരായിട്ട് എക്സിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലത്തെ I2, ബ്രോമിൻ, അതുപോലെ തന്നെ ക്ലോറിൻ ഒക്കെ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വേറൊരു കേസും പറയുന്നുണ്ട്. ഓക്കെ. So in these solids, the atoms or molecules are held by weak dispersion forces or London forces, about which you have studied in class 11. These solids are soft and non-conductors of electricity. They have low melting point and are usually liquid or gaseous state at room temperature and pressure. അപ്പോൾ ഇത് നിങ്ങളിതിൻ്റെ ക്യാരക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് വീക്ക് ഡിസ്പേർഷൻ ബോണ്ടും, അതായത് വീക്കാണ് അവരുടെ തമ്മിലുള്ള ബോണ്ടുകൾ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ദേ ആർ
നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അവരുടെ ഔട്ടർ ഷെല്ലിൽ എന്തില്ല, ഇലക്ട്രോൺസ് അവൈലബിൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തല്ല, നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയും. പിന്നെ എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിൻറ്റും ലോ ആണ്. അതുപോലെ തന്നെ അവർ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക ലിക്വിഡ് ഓർ ഗ്യാസ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം ക്ലോറിന് ഗ്യാസ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സിൻ്റെ കാര്യം പറയുന്നത്. അവർ നോൺ പോളാറാണ്, വീക്ക് ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ബോണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതുപോലെ തന്നെ പറയുന്നത് they have low melting point and they exist in the gaseous or liquid state. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് കാറ്റഗറി, ദാറ്റ് ഈസ് ദ പോളാർ മോളിക്കുലർ സോളിഡ്സ്. സോ പോളാർ മോളിക്കുലർ സോളിഡ്സിനെ കുറിച്ച് പറയാം. അപ്പം പോളാർ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഹാവിങ് എ ഡൈപോൾ ഇൻട്രാക്ഷൻ. അതായത് അത് HClൻ്റെ കേസിലാവുമ്പോൾ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോം ഓഫ് H+ ആസ് വെൽ ആസ് Cl-. ഓക്കെ, ദ മോളിക്യൂൾസ് ഓഫ് ദ സബ്സ്റ്റൻസ് ലൈക്ക് HCl, SO2 etc. ആർ ഫോംഡ് ബൈ polar covalent bond. The molecules in the solids are held together by relatively stronger, നമ്മൾ പറഞ്ഞ പോലെ ഡൈപോൾ ഇൻട്രാക്ഷൻ വഴിയാണ് മോളിക്യൂൾസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ദീസ് സോളിഡ്സ് ആർ സോഫ്റ്റ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇവരെന്താണ്, സോഫ്റ്റും ആണ്, അതുപോലെ തന്നെ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ കേസിലും നമ്മൾ പറഞ്ഞത്, അപ്പോൾ ഈ നോൺ പോളാറും പോളാർ മോളിക്കുലർ സോളിഡ്സും എന്താണ്, നോൺ കണ്ടക്ടേഴ്സും ആണ്. അതുപോലെ തന്നെ എന്താണ്, ദേ ആർ ഓൾസോ സോഫ്റ്റ് ഇൻ നേച്ചർ. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾ the melting points are higher than those of non-polar molecular solid, yet most of these are gaseous or liquid under room temperature and pressure. അപ്പോൾ ഇവരുടെ മെൽറ്റിംഗ് പോയിൻറ്റ് മറ്റവരുടെയൊക്കെയാണ്, അതായത് നോൺ പോളാറിനെക്കാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലാണ്. എക്സാമ്പിൾ പറയുന്നത് സോളിഡ് ആയിട്ടുള്ള SO2, സോളിഡ് NH3 അതായത് അമോണിയ ആർ ദ എക്സാമ്പിൾസ് ഓഫ് സച്ച് സോളിഡ്സിന്. ഇങ്ങനത്തെ സോളിഡ്സിൻ്റെ എക്സാമ്പിളാണ് ഇവർ. സോളിഡ് NH3 ആസ് വെൽ ആസ് സോളിഡ് SO2 എക്സാമ്പിൾസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസ് ബേസിലാണെങ്കിൽ പോലും എക്സാമ്പിൾസ് വെച്ചിട്ട് ഇത് ഏത് കാറ്റഗറിയാണെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കേസിലാണെങ്കിൽ പോലും എക്സാമ്പിൾസ് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. സോ ഈ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ സെക്ഷൻ നമ്പർ 3, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. അപ്പോൾ ഹൈഡ്രജനെ ബോണ്ട് ചെയ്തിട്ടുള്ള മോളിക്കുലർ സോളിഡ്സ് ആയിരിക്കും നോക്കാം. ദ മോളിക്യൂൾസ് ഓഫ് സച്ച് സോളിഡ്സ് കണ്ടെയ്ൻ പോളാർ കോവലന്റ് ബോണ്ട്സ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഫ്ലൂറൈഡ് ഓർ ഓക്സിജൻ ഓർ നൈട്രജൻ. ദാറ്റ് ഈസ് ഇപ്പോൾ ഇൻ കേസ് ഓഫ് നമ്മൾക്കറിയാം ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കേസിലാവുമ്പോൾ ഹൈഡ്രജനും ഫ്ലൂറൈഡും തമ്മിൽ എന്തുണ്ട്, ഒരു ബോണ്ട് ഉണ്ട്, അതാണ് ഹൈഡ്രജൻ ബോണ്ട്. അതുപോലെ തന്നെ H2O എന്തുണ്ട്, അതിലും എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ കോവലന്റ് ബോണ്ട് ഇൻ ബിറ്റ്വീൻ ദി ഹൈഡ്രജനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. So strong hydrogen bonding binds the molecules of such solids like water, ice. They are non-conductors of electricity. Generally they are volatile or soft solids under the room temperature and pressure. അപ്പം അവരെന്താണ്, മറ്റേ മുന്നേ പറഞ്ഞ നോൺ പോളാറിനെയും പോളാറിനൊക്കെ പോലെ തന്നെ ഇവരും നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അവർ സോഫ്റ്റാണ്, ചിലപ്പോൾ അവർ വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. അപ്പോൾ വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നത്, അതായത് ഇപ്പോൾ നമുക്കറിയാം കുറേ വോളറ്റൈൽ ലിക്വിഡ്സിൻ്റെ ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ നമുക്കറിയാം കുറച്ച് നേരം നമ്മൾ ഒറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടത് എന്ത് ചെയ്യും, ഇവാപ്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതൊക്കെയാണ് വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ വോളറ്റൈൽ ലിക്വിഡ് ഓർ സോഫ്റ്റ് സോളിഡ്സ് അണ്ടർ റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ മൂവിങ് അതാണ് മോളിക്കുലർ സോളിഡ്സ്. അപ്പോൾ അതൊരു കാറ്റഗറി, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അതിൽ നോൺ പോളാർ പഠിച്ചു, പോളാർ പഠിച്ചു, അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്കുലർ സോളിഡ്സിനെ കുറിച്ചും പഠിച്ചു. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ അയോണിക് സോളിഡ്സ് ആണ്. പേര് പോലെ തന്നെ ദേ ആർ അയോണിക് ഇൻ നേച്ചർ ആസ് വെൽ ആസ് ദേ ആർ ബോണ്ടഡ് ബൈ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഫോഴ്സസ് ആയിട്ടാണ് അവർ ബോണ്ട് ചെയ്തിട്ടുള്ളത്. ദേ ആർ ബോണ്ടഡ് ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അയോൺസ് ആണ് ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ്. അതുപോലെ തന്നെ 3D അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവരുടെ ഓരോന്നിനും അയോൺസൊക്കെ എങ്ങനെ ബോണ്ട് ചെയ്തിട്ടുള്ളതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ആർ ബോണ്ടഡ് ബൈ ദ കുളംബിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആയിട്ടാണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. ദീസ് സോളിഡ്സ് ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ സോളിഡ്സ് ഒക്കെ സോഫ്റ്റ് ആയിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഹാർഡും ആണ്, ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. ദേ ആർ ഹാവിങ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. സിൻസ് ദ അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ് അബൌട്ട്, ദേ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇതും ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് സോളിഡ് സ്റ്റേറ്റിൽ. കാരണം സോളിഡ് സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ ഓരോ ആറ്റംസും അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസും എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ദേ ആർ, അപ്പോൾ എന്ത് ചെയ്യില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവർ
ഇൻസുലേറ്റേഴ്സ് ആണ്, അതായത് അവർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. സോ however, in the molten state or when dissolved in water, the ions become free to move about and they conduct electricity. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ മോൾട്ടൻ സ്റ്റേറ്റിലാക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും. നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിനെക്കാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും മോൾട്ടൺ ആയിട്ടുള്ള സ്റ്റേറ്റ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ അവർ ഫ്രീ ടു മൂവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, മോൾട്ടൺ സ്റ്റേറ്റിൽ അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. നമ്മൾ പറയാം സപ്പോസ് NaCl, ഇപ്പോൾ NaCl എന്ത് ചെയ്യും, Na പ്ലസ് ആൻഡ് Cl മൈനസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോലൈസിസ് എന്നുള്ള പ്രോസസ്സിൽ നമുക്കറിയാം മോൾട്ടൺ NaCl ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോലൈസിസ് പ്രൊസീജിയറിൽ Na പ്ലസിൻ്റെ ഫോർമേഷനും അതുപോലെ തന്നെ ക്ലോറിൻ ഗ്യാസിൻ്റെ ഫോർമേഷനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ ഇൻ മോൾട്ടഡ് ഫോം. അപ്പോൾ NaCl എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ മുന്നേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അയോണിക് സോളിഡിൻ്റെ എക്സാമ്പിളാണ് NaCl. അതുപോലെ തന്നെ അതെപ്പോഴും മനസ്സിലാക്കണം, സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ബട്ട് ദേ ക്യാൻ മൂവ് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. സോ ദ അയോൺസ് ക്യാൻ മൂവ് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. സോ ദേ ആർ കണ്ടക്ടേഴ്സ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. അപ്പോൾ എന്തായാലും ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ്, ദാറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ മെറ്റാലിക് സോളിഡ്സ്. അപ്പോൾ എന്താണ് മെറ്റാലിക് സോളിഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മെറ്റാലിക് സോളിഡ്സ്, മെറ്റൽസ് ആർ ഓർഡർലി കളക്ഷൻ ഓഫ് പോസിറ്റീവ് അയോൺ സറൗണ്ടഡ് ഓർ ഹെൽഡ് ടുഗെദർ ബൈ എ സീ ഓഫ് ഇലക്ട്രോൺ. ഒരു മെറ്റലിൻ്റെ ചുറ്റും എന്തുണ്ട്, ഒരുപാട് സീ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ആർ മൊബൈൽ ആൻഡ് ഈവൻലി സ്പ്രെഡ് ഔട്ട് ടുവേർഡ് ദ ക്രിസ്റ്റൽ. ഈച്ച് മെറ്റൽ ആറ്റം contributes one or more electron towards a sea of mobile electrons. These free and mobile electrons are responsible for high electrical and thermal conductivity of metals. When an electric field is applied, these electrons flow through the network of positive ions. Okay, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മെറ്റലിൻ്റെ ചുറ്റും എന്തുണ്ട്, ഒരുപാട് സീ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ സീ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ടു മൂവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്താലാണ് നമുക്ക് എന്ത് നടക്കുക, ഇലക്ട്രിസിറ്റി എന്നതിൻ്റെ ഫ്ലോ നടക്കുക. അപ്പോൾ മെറ്റൽസിൽ സീ ഓഫ് ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫുൾ ചുറ്റി നിൽക്കുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ദേ ആർ ഫ്രീ ടു മൂവ് ഓർ ഫ്രീ ടു കണ്ടക്ട് ഇലക്ട്രോൺസ്. സോ ദേ ആർ good conductors of electricity. So metals are the good conductors of electricity. നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ഇത് തന്നെയാണ്. ഓക്കെ, അനദർ ഓക്കെ, അപ്പോൾ ഒരു കേസ് ഉണ്ട്. സിമിലർലി വെൻ ഹീറ്റ് ഈസ് supplied to one portion of a metal, the thermal energy is uniformly spread throughout by free electrons. അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റൽസിൻ്റെ ചുറ്റും എന്തുണ്ട്, ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഈ ഭാഗത്തേക്ക് തെർമൽ എനർജി അപ്ലൈ ചെയ്യുകയാണ്, ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിനെ യൂണിഫോം ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരേ ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദാറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെറ്റൽസ് ഈസ് ദെയർ ലെസ്റ്റർ ആൻഡ് കളർ ഇൻ സർട്ടൻ കേസസ്. ദിസ് ഇസ് ഓൾസോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ മെറ്റൽ ലെസ്റ്റേഴ്സ് ആണ്. ലെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെറ്റൽ കുറച്ച് തിളക്കമുള്ളതാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കോപ്പറാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അലുമിനിയം ഒക്കെ നമുക്കറിയാം കുറച്ചൊരു തിളക്കമുള്ള മെറ്റലാണ്. അപ്പോൾ അതിന് കാരണം തന്നെ എന്താണ്, അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് കാരണമാണ്. പിന്നെ മെറ്റൽസിൻ്റെ വേറെ പ്രോപ്പർട്ടി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ദേ ആർ ഹൈലി മാല്യബിൾ ആസ് വെൽ ആസ് ഡക്റ്റൈൽ. ഹൈലി മാല്യബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ അലുമിനിയം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഷേപ്പിലേക്ക് അടിച്ചമർത്തിക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ പതച്ചെടുത്തിട്ട് പുതിയതായിട്ടുള്ള അലുമിനിയം യൂട്ടിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ എന്ത് ചെയ്യാൻ പറ്റും, അവരെങ്ങനെ ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അടിച്ച് പരത്തിയിട്ട് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നതൊക്കെ അലുമിനിയം ആൻഡ് കോപ്പർ വയേഴ്സൊക്കെയാണ്. അപ്പോൾ അലുമിനിയം ആൻഡ് കോപ്പർ വയേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മളെ ഇലക്ട്രിസിറ്റി വയറുകളിലൊക്കെ പോകുന്ന ഇലക്ട്രിസിറ്റിയൊക്കെ കോപ്പർ വയറുകളാണ്. കാരണം എന്ന് വെച്ചാൽ അതിനെ ഡക്റ്റൈലാണ് അവർ. കാരണം ആ മെറ്റൽ പീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ വയർ പീസസ് ആക്കിയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. അതിനാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അലുമിനിയത്തെ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം, പക്ഷേ അലുമിനിയം എന്നൊക്കെ പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെറ്റലാണ്. അതുകൊണ്ട് തന്നെ അത് ചീപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോപ്പർ മെറ്റൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. മെറ്റൽസ് ആർ ഹൈലി മാലിയബിൾ ആൻഡ് ആസ് വെൽ ആസ് ഡക്റ്റൈൽ. സോ ദീസ് ആർ അബൌട്ട് മെറ്റാലിക് സോളിഡ്സ്. അപ്പോൾ മോളിക്കുലർ സോളിഡ്സ് പഠിച്ചു, അയോണിക് സോളിഡ്സ് പഠിച്ചു, അതുപോലെ തന്നെ മെറ്റാലിക് സോളിഡ്സും പഠിച്ചു. ഇനി വി വിൽ ബി ഡിസ്കസിങ് അവർ ദ മെയിൻ പോർഷൻ ഓഫ് ദ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ദ കോവാലൻറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ്. സോ ദിസ് ഇസ് ദ കോവാലൻറ്റ് ഓർ ദ നെറ്റ്വർക്ക് സോളിഡ്സ്.
A wide variety of crystalline solids of non-metals result to form the formation of covalent bonds between the adjacent atom throughout the crystal. അപ്പോൾ ഒരുപാട് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള നോൺ മെറ്റൽസ്, അപ്പോൾ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്സ് നമ്മൾ പറഞ്ഞു, ദേ ആർ മെറ്റൽസും ഉണ്ട് നോൺ മെറ്റൽസും ഉണ്ട്. അപ്പോൾ കുറച്ച് നോൺ മെറ്റൽസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരുപാട് കോവലൻറ്റ് ബോണ്ട് ഫോം ചെയ്തിട്ട് അടുത്തടുത്ത ആറ്റംസായിട്ട് ലിങ്ക് ആക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ ആറ്റംസായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ ജയൻറ്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ജയൻറ്റ് എന്ന് പറയുമ്പോൾ ബിഗ്, വളരെ വലിയ മോളിക്യൂൾസ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് സോളിഡ്സ് ഒന്നും വേറെ പേര് വരാൻ കാരണം the covalent bonds are strong and directional in nature, therefore the atoms are held very strong at their positions. So ഇതിനകത്തുള്ള ആറ്റംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർ വളരെയധികം സ്ട്രോങ് ആണ്, അവർക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം കോവാലൻറ്റ് ബോണ്ട് ഡിറക്ഷണൽ ഇൻ നേച്ചറാണ്. ഓക്കെ, സോ such solids are very hard and brittle. ലൈക്ക് അയോണിക് സോളിഡ്സിനെ പോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഭയങ്കര ഹാർഡും ആണ്, അതുപോലെ തന്നെ ഭയങ്കര ബ്രിട്ടിലും ആണ്, ലൈക്ക് അയോണിക് സോളിഡ്സ്. ഓക്കെ, they have extremely high melting point and even decompose before melting. ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലാണ്, പിന്നെ അവരുടേതായിട്ടുള്ള ടെമ്പറേച്ചർ എത്തുന്നതിന് മുന്നേ അവരെന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യുന്നു. അതൊരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ അതൊരു ക്യാരക്ടറാണ്. ദർ ആർ ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ അവർ ഇൻസുലേറ്റേഴ്സാണ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതാണല്ലോ ഇൻസുലേറ്റേഴ്സിൻ്റെ മീനിങ്. സോ ഇൻ കേസ് ഓഫ് എ ഡയമണ്ട്, അപ്പോൾ ഡയമണ്ട് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ഡയമണ്ട്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഡയമണ്ട്, സിലിക്കൺ കാർബൈഡ് ആർ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ സച്ച് സോളിഡ്സ്. ഓക്കെ, ഗ്രാഫൈറ്റ്, അപ്പോൾ ഇത് ഡയമണ്ട് സ്ട്രക്ചറാണ്. അപ്പോൾ ഇനി ഒരു വേറൊരു കേസ്, അതായത് കാർബണിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, ഡയമണ്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പൂവർ കണ്ടക്ടേഴ്സാണ്. ഇനിയുള്ള കേസ് ഗ്രാഫൈറ്റ് പറയുകയാണ്. ഗ്രാഫൈറ്റ് ഇസ് എക്സെപ്ഷണൽ കേസ്, ഇറ്റ് ഇസ് സോഫ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് നമുക്കറിയാം ഗ്രാഫൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ, സാധാ അങ്ങനെ എഴുതുന്ന പെൻസിലിൻ്റെ ഒരു ബ്ലാക്കിഷ് കളറിലുള്ള അതാണ് കാർബൺ ആണ്, അത് ഗ്രാഫൈറ്റ് ആണത്. നമുക്കറിയാം കുറച്ചും കൂടെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മോനൊക്കെ പൊട്ടിപ്പോകുന്നതും. അതിൻ്റെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ദേ ആർ സോഫ്റ്റ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എനിക്ക് തലയിൽ നിന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ ദേ ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കാരണം carbon atoms are arranged in different layers of each atom is covalently bonded to 3 of its neighboring atom in the same layer. അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇതുണ്ടോ, ഇത് ഏകദേശം കുറേ ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ നമ്മളൊരു സെൻട്രൽ ആറ്റം നോക്കി, അപ്പോൾ ഈ ഒരു ആറ്റം നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് കോവലൻറ്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആറ്റം എന്ത് ചെയ്യുന്നു, 3 ബോണ്ട്, കോവലൻറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. നമുക്കറിയാം ഈ കാർബണിൻ്റെ ഔട്ടർ ഷെല്ലിൽ എത്ര 4 ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ 3 ബോണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോൺസ് എല്ലായിടത്തും, എല്ലാ ആറ്റത്തിൻ്റെയും പുറത്ത് എന്ത് ചെയ്യുന്നു, ഫ്രീ സ്റ്റേറ്റിലായിട്ട് നടക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന്. അപ്പം ഇൻ കാർബൺ അല്ലെങ്കിൽ ഇൻ ഗ്രാഫൈറ്റ് ദ 3 electrons in the valence shell are bonded towards the other electrons അല്ലെങ്കിൽ other atoms and 1 electron is free. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് പറയുന്നത്, ഈ കാർബൺസ് ആർ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ്സ് ആർ ദി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. The fourth valence electron of each atom is present between the different layers and free to move about. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ദീസ് ഫ്രീ ഇലക്ട്രോൺസ് മേക്ക് ദ ഗ്രാഫൈറ്റ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് കാരണം ഗ്രാഫൈറ്റ് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ ഈ കേസിലൊന്നും നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട, കാരണം ഇതൊരു പോർഷൻ ഓഫ് ഗ്രാഫൈറ്റേ കാണിച്ചിട്ടുള്ളൂ. എപ്പോഴും ഈ ഒരു ആറ്റമൊക്കെ എന്ത് ചെയ്യും, അടുത്തതായിട്ടുള്ള ഒരു ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, പിന്നെ അടുത്തതായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. ഇതിൽ നമുക്ക് ടിപ്പിക്കലി നമുക്കൊരു പോർഷൻ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെൻട്രൽ ആറ്റമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നോക്കുകയാണെങ്കിൽ 3 ഇലക്ട്രോൺസ് ആയിട്ട് അവർ കോവാലൻ്റ്ലി ബോണ്ടഡ് ആയിരിക്കും. 1 ഇലക്ട്രോൺ ഇവിടെ കാണുന്നില്ല, ബട്ട് ദേ ആർ ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് ആണ്. ഈ ഇലക്ട്രോൺസ് ആണ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അല്ല കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ വേറൊരു പ്രോപ്പർട്ടിയാണ് ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ഒരു ഗുഡ് ലുബ്രിക്കൻ്റ് ആണ്. കാരണം ഇവർക്കിങ്ങനെ ഒരു ലെയറിൻ്റെ മുകളിൽ അടുത്ത ലെയറൊക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇങ്ങനെ സ്ലൈഡ് ആക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അവരൊരു ഗുഡ് ലുബ്രിക്കൻ്റ് ആണെന്ന് പറയുന്നത്. ലുബ്രിക്കൻ്റ് നമുക്കറിയാം ഒരു വഴുവഴുപ്പ് പോലത്തെ ഒരു സംഭവമാണ് ലുബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ ലെയറിൻ്റെ മുകളിൽ ലെയർ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവർക്ക് സ്ലൈഡ് ചെയ്യാനുള്ള എബിലിറ്റി കാരണമാണ് അവരെ ഗുഡ് ലുബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. So these are some examples, that is some typical characteristics അല്ലെങ്കിൽ സോളിഡ്സും പിന്നെ അതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ അതിൻ്റെ ബോണ്ടിങ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സസും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് പറയുന്നത് ഈ ഇൻട്രഡക്ഷനും
ഇവിടുത്തെ ഡിസ്പേർഷൻ ഫോഴ്സ് അങ്ങനത്തെ ഓരോ ഇൻട്രാക്ഷൻസ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. കുറേയൊക്കെ അതിന് മെറ്റലിൻ്റെ ആ ഒരു പേര് നമുക്ക് കിട്ടും. ഇപ്പോൾ കോവാലൻ്റ് ആണെങ്കിൽ കോവാലൻ്റ് ബോണ്ടിങ്, മെറ്റാലിക് ബോണ്ടിങ്, പിന്നെ അയോണിക് ആകുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്, അങ്ങനെ കുറച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. എക്സാമ്പിൾസാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഫിസിക്കൽ നേച്ചർ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മെൽറ്റിംഗ് പോയിൻ്റ് ഒക്കെ കുറച്ചും കൂടെ. ഈ മെൽറ്റിംഗ് പോയിൻ്റ് കേസ് ആകുമ്പോൾ ഈ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന കേസാണ് നമുക്ക് ഇതിൽ ഏകദേശം മനസ്സിലാവുന്നത്. അങ്ങനെ കുറേ പഠിക്കാം. പിന്നെ നമ്മൾ എക്സെപ്ഷണൽ കേസായിട്ട് പറഞ്ഞു അയോണിക് സോളിഡ്സിൻ്റെ കേസ് പറഞ്ഞു. അയോണിക് സോളിഡ്സ് സോളിഡ് സ്റ്റേറ്റിൽ അവർ കണ്ടക്ടർ അല്ല, പക്ഷേ അവരെന്താണ് കണ്ടക്ടറാണ് എപ്പോൾ ദേ ആർ ഇൻ മോൾട്ടൻ സ്റ്റേറ്റ്. എക്സാമ്പിൾ NaClൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കോവലൻ്റ് ആയിട്ടുള്ള കാർബൺ മോളിക്യൂളൊന്നും എന്ത് ചെയ്യില്ല, കാർബൺ ആറ്റംസ് ഒന്നും ഇലക്ട്രിസിറ്റീനെ കടത്തി വിടില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് ഗ്രാഫൈറ്റ് ദേ ഹാവ് എ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ വിച്ച് ഇസ് നോട്ട് കോവലൻ്റ് ബൈ ബോണ്ടഡ്. അപ്പോൾ ആ കേസിലൊക്കെ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ആ ഒരു എക്സെപ്ഷൻ്റെ കേസൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു പോർഷൻ ചെറിയൊരു പോർഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. So we have to classify the following solids in different categories based on the molecular forces operating in between them. First one is potassium sulphate, tin, benzene, urea, ammonia, water, zinc sulphate, graphite, rubidium, argon, silicon, carbide. Okay, so പൊട്ടാഷ്യം സൾഫേറ്റ് നമുക്കറിയാം. പൊട്ടാഷ്യം സൾഫേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടാഷ്യം ആൻഡ് സൾഫേറ്റ് അതായത് K2SO4 എന്നുള്ള രീതിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദേ ആർ ഇൻ അയോണിക് സ്റ്റേറ്റ്. സോ K2SO4 ആണ് പൊട്ടാഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്. സോ ടിൻ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. അപ്പോൾ മെറ്റാലിക് ബോണ്ടിങ് ആണ് അവരിൽ, ഇല്ലെങ്കിൽ മെറ്റാലിക് സോളിഡ്സ് ആണ്. ബെൻസീൻ എന്ന് പറയുമ്പോൾ എന്താണ് C6H6 ആണ്. അപ്പോൾ അവർക്ക് നമുക്കറിയാം ബെൻസീൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബെൻസീൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ദേ ആർ നോൺ പോളാർ ആണ്. അപ്പോൾ ഇവരെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസം. അപ്പോൾ ദേ ആർ നോൺ പോളാർ ആണ്. പിന്നെ അവർ മോളിക്കുലർ സോളിഡ്സും ആണ്. ഇൻ കേസ് ഓഫ് അമോണിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സോളിഡ് അമോണിയ NH3 ആണ്. അപ്പോൾ നൈട്രജൻ ഇസ് ബോണ്ട്. അപ്പോൾ അതെന്താണ് ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്കുലർ സോളിഡ്സ് ആണ്. വാട്ടറിൻ്റെ കേസിൽ അതുപോലെ തന്നെ H2O ഹൈഡ്രജൻ ഈസ് കണക്റ്റഡ് ടു ഓക്സിജൻ ബൈ ഹൈഡ്രജൻ ബോണ്ട്. സോ അതും പഠിച്ചു. ഇനി സിങ്ക് സൾഫേറ്റ് എന്താണ്, നമ്മളെ പൊട്ടാഷ്യം സൾഫേറ്റ് പോലെ തന്നെ ZnSO4 ദേ ആർ എക്സിസ്റ്റിംഗ് ആസ്. So ZnSO4 existing as Zn2+ and SO4 2-. ഓക്കെ, അപ്പോൾ അതും നമുക്ക് മനസ്സിലായി എന്ത്, ദേ ആർ ഹാവിങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ, ദാറ്റ് ഈസ് ദേ ആർ അയോണിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ഗ്രാഫൈറ്റ് നമ്മൾ പറഞ്ഞു ദേ ആർ കോവലൻ്റ്, വലിയൊരു എക്സാമ്പിളാണ് ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞത്. സോ റുബീഡിയം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, ഹാവിങ് മെറ്റാലിക് കോമ്പൗണ്ട്സ്. ദെൻ ആർഗൺ എന്ന് പറയുമ്പോൾ ആർഗൺ എന്തായിട്ടുണ്ട്, ആർഗൺ ഗ്യാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദേ ആർ മോളിക്കുലർ, അതായത് ലാസ്റ്റ് ഗ്രൂപ്പിലുള്ളത്. ഓക്കെ, ഹീലിയം, ആർഗൺ ആ കേസിലുള്ളത് ദേ ആർ നോൺ പോളാർ കോമ്പൗണ്ട്സ്. ദെൻ കേസ് ഓഫ് സിലിക്കൺ കാർബൈഡിൻ്റെ കേസിൽ നമ്മൾ ഇവിടെ സിലിക്കൺ കാർബൈഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിലിക്കൺ കാർബൈഡ് ഇവിടെ കണ്ടോ, സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നത് കോവാലൻ്റ് നെറ്റ്വർക്ക് ബോൺസ് ആണ്. അപ്പോൾ ആ ഒരു ടേബിളും അതുപോലെ തന്നെ ടെക്സ്റ്റിൽ എക്സാമ്പിളൊക്കെ മനസ്സിലാക്കി തന്നെ ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ മൂവിങ് ഓൺ ടു a next question, that is a solid A is very hard electrical insulator in solid and molten state and melts at high temperature. What type of solid it is? അപ്പോൾ ഇലക്ട്രിക്കലി ഇൻസുലേറ്റേഴ്സ് ആണ് സോളിഡ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ മോൾട്ടൺ സ്റ്റേറ്റിലും. പക്ഷേ ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യും. അത് നമുക്കറിയാം മെൽറ്റിംഗ് പോയിൻറ്റ് ഏറ്റവും കൂടുതലുള്ള ആർക്കാണ്, കോവലൻ്റ് ബോൺസിലാണ്. അപ്പോൾ സോളിഡ്സ് ആർ കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. അപ്പോൾ എപ്പോഴും ഫീച്ചേഴ്സ് നോക്കിയിട്ട് മാത്രമേ ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, so moving on to a next, that is the ionic solid electrically conduct in the molten state but not in solid state. നമുക്കറിയാം അയോണിക് സോളിഡ്സ് ദേ ആർ ഈസിലി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്കലി ബൈൻഡ് ടുഗെദർ ടു ഈച്ച് അതർ ഇൻ ഇറ്റ്സ് സോളിഡ് സ്റ്റേറ്റ്. ദേ ആർ ഹാർഡ്. അപ്പം അതിന് ശേഷം അവർ മോൾട്ടൺ സ്റ്റേറ്റിലാക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഫ്രീ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ NaClൻ്റെ കേസിലൊക്കെ അവരെന്നിട്ട് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ കേസിലും CBSEക്കാർക്കാണെങ്കിലും SCERT-കാർക്കാണെങ്കിലും സെയിം ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so what type of solids are electrically conductors, malleable and ductile? So malleable ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, സോറി. സോ ഇലക്ട്രിക്കലി കണ്ടക്ടേഴ്സ് ആയിട്ടും മാലിയബിളും ഡക്റ്റൈൽ ആയിട്ടുള്ള സോളിഡ്സ് ഏതൊക്കെയാണ്? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് മെറ്റാലിക് സോളിഡ്. നമ്മൾ കോപ്പറിൻ്റെയും അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ കേസൊക്കെ പറഞ്ഞു. ദേ ആർ മാലിയബിൾ, അവരെ അങ്ങനെ അടിച്ച് പരത്താൻ പറ്റും. പിന്നെ ദേ ആർ ഡക്റ്റൈൽ, ദേ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ് ആസ് വെൽ ആസ് ദേ ആർ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇതാണ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിലുള്ള പാർട്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചത് ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ്
കോവാലൻറ്റ് സോളിഡ്സ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞു മോളിക്കുലറായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അയോണിക് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റാലിക് ഉണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് കോവാലൻറ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് ആണ്. അപ്പം മോളിക്കുലറിൽ നമ്മൾ പിന്നെയും പറഞ്ഞു നോൺ പോളാർ ഉണ്ട്, പോളാർ ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടഡ് ഉണ്ട്, പിന്നെ അയോണിക് പറഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ പറഞ്ഞു അതിനകത്ത്. പിന്നെ പഠിച്ചത് നമ്മൾ മെറ്റാലിക് ആണ്. മെറ്റാലിക്കിൽ മെറ്റൽ ബോണ്ട്, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ദേ ആർ മാലിയബിൾ ആസ് വെൽ ആസ് ദേ ആർ ഡക്റ്റൈൽ എന്ന് പറഞ്ഞു. ലാസ്റ്റ് കേസസിൽ നമ്മൾ ഓൾ ദ കോവാലൻറ്റ് ബോണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു, കോവാലൻറ്റ് സോളിഡ്സിൻ്റെ കാര്യം, അതായത് അതിൽ എക്സെപ്ഷണൽ കേസ് ആയിട്ടുള്ള ഗ്രാഫൈറ്റിൽ 3 ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് സ്റ്റേറ്റ് ആർ ബോണ്ടഡ് ബൈ കോവാലൻറ്റ് ബോണ്ട്സ്, ബട്ട് ഒരു ഇലക്ട്രോൺ മാത്രമേ ലെഫ്റ്റ് ആണ്, അതിങ്ങനെ ഫ്രീ ആയി നടക്കുകയാണ്. അപ്പോൾ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. പിന്നെ സിൻസ് ദേ ആർ ഇൻ ലെയേഴ്സ് ദേ ആർ ഹാവിങ് എ പ്രോപ്പർട്ടി ടു സ്ലൈഡ്, അതുകൊണ്ട് തന്നെ അവരെന്താണ്, ദേ ആർ എ ഗുഡ് ലുബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരമാവുമെന്ന് അറിയുന്ന ആൾക്കാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ.